സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കാനിരിക്കുകയാണ്. അദ്ദേഹം വിരമിക്കുന്ന ഒഴിവിലേക്ക് എം.ആർ. അജിത് കുമാറിനെ ഉൾപ്പെടുത്തി മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയെന്ന നിർണായകമായ വിവരം പുറത്തുവരുന്നു. പട്ടികയെ ചൊല്ലി വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. 2025 ജൂണിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും. ഈ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരും. അതിനു മുൻപ് ആ റിപ്പോർട്ട് കാണാം. നിരവധി ആരോപണങ്ങളെ തുടർന്ന് എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. വിവിധ വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നുണ്ട്. 30 വർഷം IPS സർവീസ് പൂർത്തിയാക്കുന്നവരെയാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിൽ റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ, ഡൽഹി ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ എ ചന്ദ്രശേഖർ, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരുമുണ്ട്. നിലവിലെ നടപടിക്രമം അനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവി വിരമിക്കുന്നതിന് മുന്നോടിയായി 30 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയവരും വിരമിക്കാൻ കുറഞ്ഞത് 6 മാസം കാലാവധി ശേഷിക്കുന്നതുമായ കേരള കേഡറിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ തയ്യാറാക്കി സംസ്ഥാനം കൈമാറിയ 7 പേരുടെ പട്ടികയിൽ നിന്നും 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കൈമാറും. ഈ 3 പേരിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയായി നിയമിക്കാം. കേന്ദ്രം തയ്യാറാക്കി സംസ്ഥാനത്തിന് കൈമാറുന്ന 3 പേരുടെ പട്ടികയിൽ എം.ആർ. അജിത് കുമാർ ഇടം പിടിച്ചാൽ സർക്കാരിന് പോലീസ് മേധാവിയായി അജിത് കുമാറിനെ നിയമിക്കുന്നതിന് തടസ്സമില്ല. UPSC ചെയർമാൻ, വിരമിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറി എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പട്ടികയിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുത്ത് സംസ്ഥാന സർക്കാരിന് കൈമാറുന്നത്. സംസ്ഥാന സർക്കാർ കൈമാറിയ പട്ടികയിൽ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാളാണ്. തൊട്ടുപിന്നിൽ റവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയ്ക്കാണ് സീനിയോറിറ്റിയിൽ 3ാം സ്ഥാനം. എം.ആർ. അജിത് കുമാറിന് 2025 30 വർഷം പൂർത്തിയാകും. നിതിൻ അഗർവാളിനും ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖരനും 2026 ജൂലൈ വരെ സർവീസുണ്ട്. തൊട്ടുപിന്നിലുള്ള യോഗേഷ് ഗുപ്തയ്ക്ക് 2030 വരെ സർവീസും മനോജ് എബ്രഹാമിന് 2031 വരെയും സർവീസുമുണ്ട്. എം.ആർ. അജിത് കുമാർ 2028 വിരമിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ കുര്യൻ വിശദാംശങ്ങളുമായി. ഡാൻ, വിവാദങ്ങളുടെ തോഴനാണ് എം.ആർ. അജിത് കുമാർ. ഈ പട്ടികയിലേക്ക് എം.ആർ. അജിത് കുമാർ കൂടി വരുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ വിവാദമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏത് സാഹചര്യത്തിലാണ് എം.ആർ. അജിത് കുമാർ ഈ പട്ടികയിൽ വരുന്നത്? എം.ആർ. അജിത് കുമാർ സർവീസ് കാലാവധി 30 വർഷത്തേക്ക് എത്തുന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 2028 വിരമിക്കാനിരിക്കുന്ന അദ്ദേഹത്തെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും സർക്കാർ അദ്ദേഹത്തെ കൈവിടുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. മുന്നണിക്കുള്ളിൽ തന്നെ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയരുകയും തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എം.ആർ. അജിത് കുമാറിന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മറ്റ് പോംവഴികളൊന്നും ഇല്ലാതെ വന്നതോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സംഭവത്തിന് പിന്നാലെ എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 7 പേരുടെ പട്ടികയാണ് സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തന്നെയാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പട്ടിക നൽകിയത്. ചീഫ് സെക്രട്ടറിയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. കേന്ദ്ര പ്രതിനിധികളായി UPSC ചെയർമാൻ ഉൾപ്പെടെയുള്ള ബോർഡാണ്, ഏഴംഗ സമിതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ പട്ടികയിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുക. ആ 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ എം.ആർ. അജിത് കുമാർ ഇടം പിടിക്കുമോ എന്നതാണ് ഇനി ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. അതായത് നിതിൻ അഗർവാൾ ഈ പട്ടികയിൽ ഏറ്റവും സീനിയറായി മുമ്പിൽ നിൽക്കുന്നു. തൊട്ടു പിന്നിലായി യോഗേഷ് ഗുപ്ത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെയുണ്ട്. പക്ഷേ ഏതെങ്കിലും വിധേന ആ 3 അംഗ ചുരുക്കപ്പട്ടികയിലേക്ക് എം.ആർ. അജിത് കുമാർ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തെരഞ്ഞെടുപ്പിന് അടുത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 2 തെരഞ്ഞെടുപ്പുകൾ ഒരു വർഷത്തിനിടയിൽ നടക്കാനിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. ആ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിന് ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ പോലീസ് തലപ്പത്ത് ഉണ്ടാകേണ്ടത്
സർക്കാരിനെ സംബന്ധിച്ച്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു കാര്യമാണ്. അവിടെയാണ് എം.ആർ. അജിത് കുമാറിന്റെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. എം.ആർ. അജിത് കുമാറിന്റെ പേര് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടാൽ അദ്ദേഹത്തെ പരിഗണിക്കുമോ, അതോ ആ ചുരുക്കപ്പട്ടികയിലെ 3 പേരുടെ ചുരുക്കപ്പട്ടികയിലെ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥനെ ആയിരിക്കുമോ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന കാര്യം. ജൂണിലാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി പൂർത്തിയാകുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെ ആരാകും അടുത്ത പോലീസ് മേധാവി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരും. എന്തായാലും ആ 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ എം.ആർ. അജിത് കുമാർ ഇടം പിടിക്കാനുള്ള സാധ്യത എത്രത്തോളം ആണ് എന്നതാണ് ഈ വിഷയത്തിൽ എം.ആർ. അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആകാംക്ഷ കാര്യമായി മാറുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ആ പട്ടികയിൽ എം.ആർ. അജിത് കുമാർ ഇടം പിടിക്കുമോ എന്നതാണ്, ആ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കുമോ എന്നത് തന്നെയാണ് ഇനി കാത്തിരുന്നറിയേണ്ടത്. സർക്കാരിന്റെ വളരെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യം കിട്ടുമോ എന്നത് കാത്തിരുന്നറിയാം.